9 വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ദുചൂടൻ തിരിച്ചെത്തിയപ്പോൾ പ്രകൃതി എനിക്ക് മുന്നിൽ ഒരുങ്ങി നിൽക്കുന്ന കാഴ്ച കണ്ടോ? ஹாய் ஃப்ரெண்ட்ஸ், வெல்கம் டு ஷபரி த ட்ராவலர். ஷபரி வர்க்கலையான. ஹாய் தமிழ் நண்பர்கள், எப்படி இருக்குங்க? എല്ലാവരും സൗഖ്യமாக இருக்குங்களா? ഓക്കെ, ഇന്ന് നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറയുന്നത് കുറച്ച് മഞ്ഞും പച്ചപ്പും മഴയൊക്കെ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത്. ഒരു അടിപൊളി സ്ഥലം. ഞാൻ 9 വർഷം കഴിഞ്ഞിട്ടാണ് ഈ സ്ഥലത്ത് എത്തിയിരിക്കുന്നത്. ഈ സമയത്ത് പോലും തിരിച്ചു വന്നപ്പോൾ പ്രകൃതി എന്നെ സ്വീകരിച്ചത് ഇങ്ങനെയാണ്. ഇത്രയും മഴയും മഞ്ഞും പച്ചപ്പും കൊണ്ടിട്ടാണ് പ്രകൃതി എന്നെ സ്വീകരിച്ചത്. സോ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് നിങ്ങളുടെ ഉള്ളിലേക്ക് കുറച്ച് മഞ്ഞ് വാരി ഇടാനാണ് ഇന്നത്തെ ശ്രമം. അപ്പോൾ എല്ലാവരും മറക്കാതെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക. അതുപോലെ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുപോലത്തെ കാഴ്ചകളാണ് എൻ്റെ ചാനലിൽ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കനും പ്രസ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. ടോളിൻ്റെ അവിടെ എത്തി കേട്ടോ, പാലിയേക്കര ടോൾ പ്ലാസ. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ടോൾ പ്ലാസയാണ് ഇത്. മിക്കവാറും ഇവിടെ ബ്ലോക്ക് ആയിരിക്കും. റീസെൻ്റ്ലി പത്രത്തിൽ വന്നൊരു ന്യൂസ്, 10 സെക്കൻഡിനകത്ത് വെച്ചിട്ട് ഒരു വണ്ടി കടന്നു പോകണമെന്നാണ് കേട്ടോ ടോൾ പ്ലാസിലെ നിയമം. ഇപ്പോൾ തന്നെ ഏകദേശം എനിക്കൊന്ന് 1 മിനിറ്റായി. നമ്മുടെ കാശ് വെച്ചിട്ടാണ് ഇതൊക്കെ നിർമ്മിക്കുന്നത്. ആ ഒരു ബോധം ഇവർക്ക് ആർക്കും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇവർക്ക് ഫസ്റ്റ് അവയർനെസ് കൊടുക്കേണ്ട കാലം കഴിഞ്ഞു കേട്ടോ, അതിക്രമിച്ചു എന്ന് തന്നെ പറയാം. യെസ് ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് അവിടെ പെട്ടു. സ്ഥിരം പണിയാണ് കേട്ടോ ഇവിടെ. ഈ പാലിയേക്കര ടോൾ പ്ലാസ എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും മോശപ്പെട്ട ടോൾ പ്ലാസ ആണെന്ന് പറയാം. എപ്പോൾ വന്നാലും ഇവിടെ ഇതേ കണക്ക് പെടാറുണ്ട്. ഇത്തവണ നമ്മൾ പെട്ടു. വണ്ടി റിവേഴ്സ് എടുക്കുകയാണ്. അപ്പോൾ രാത്രി ഒരു 8:30 ആയപ്പോൾ നമ്മൾ കുട്ടിക്കാനം ടൗണിലെത്തി. ഇത് പലർക്കും അറിയാവുന്ന ഒരു ടൗൺ ആയിരിക്കുമല്ലേ. ഒരുപാട് യാത്രികർ ഇതുവഴി കടന്നു പോയിട്ടുണ്ടാവും. കുട്ടിക്കാനം എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് വേറൊരു വൈബ് തന്നെയാണ്. മിക്കവാറും സമയങ്ങളിൽ ഇവിടെ ഫുൾ ഫോഗാണ്. ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഫോഗൊന്നും കാണാനില്ല കേട്ടോ. യെസ് ഫ്രണ്ട്സ്, നമ്മളിത് ഇവിടെ എത്തിച്ചേർന്നു. ഏകദേശം എനിക്കൊന്ന് ഒരു 4-5 മണിക്കൂർ എടുത്തു. നമ്മൾ 4 മണിക്കാണ് തൃശ്ശൂരിൽ നിന്ന് വിട്ടത്. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം 9 മണിയായി കേട്ടോ. 9 മണിയായപ്പോൾ നമ്മൾ കറക്റ്റ് ഇവിടെ എത്തി. നമ്മൾ പരുന്തുംപാറയിലാണുള്ളത്. പരുന്തുംപാറയിൽ ഞാൻ എപ്പോഴും വന്ന് താമസിക്കുന്ന ഒരു കോട്ടേജാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് 3 കോട്ടേജുകൾ ഇവിടെ അടുപ്പിച്ചുണ്ട്. ഇപ്പോൾ ഒരെണ്ണം കൂടെ അപ്പുറത്ത് റെഡി ആയിട്ടുണ്ട്. സോ ഇതിൻ്റെ വ്യൂ ഒക്കെ നമുക്ക് രാവിലെ കാണാൻ പറ്റും. അത്യാവശ്യം ഫ്രണ്ടിൽ നല്ല വ്യൂ ഒക്കെയാണ്. ഞാൻ നല്ല മഞ്ഞും മഴയൊക്കെ പ്രതീക്ഷിച്ചാണ് വന്നത്. പക്ഷേ ഇന്നിപ്പോൾ വന്നപ്പോൾ മഴയും മഞ്ഞൊന്നും കാണുന്നില്ല. ഇന്നലെ വരെ മഴ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് നാളെ നല്ല മഴയും മഞ്ഞൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ നമുക്ക് പതുക്കെ എന്തായാലും അകത്തോട്ട് കയറാം. റൂമൊക്കെ എങ്ങനെ ഉണ്ടോ എന്ന് കാണിച്ചു തരാം. യെസ്, അപ്പോൾ 2 റൂമുള്ളൊരു കോട്ടേജാണ് കേട്ടോ ഇത്. ഫ്രണ്ടിൽ ചെറിയൊരു സിറ്റ് ഔട്ട് ഉണ്ട്. ഇവിടെ രാവിലെ നമുക്ക് ചെയറൊക്കെ എടുത്തിട്ട് ഇവിടെ പുറത്തിരിക്കാമെന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഫസ്റ്റ് ഒരു ബെഡ്റൂമാണ്. ഇതൊരു ബെഡ്റൂം. അതുപോലെ ഇത് സെക്കൻഡ് ബെഡ്റൂം. നമുക്ക് 2 എൻട്രൻസ് ഉണ്ട്. അതായത് ഈ ബെഡ്റൂമിൽ ഇതിലേയും കയറാം, ഇതിനകത്തൂടെയും കയറാം. ഒരു കുഞ്ഞു വീടാണ് കേട്ടോ സംഭവം. ഇത് കണ്ടോ, ഇത് ഒരു ഡൈനിങ്ങും അടുത്ത ഒരു ബെഡ്റൂമും കൂടെ ചേർത്തിട്ടാണ്. ഇതും ഒരു ഡബിൾ കോട്ട് ബെഡാണ് ഇവിടെ കിടക്കുന്നത്. അതുപോലെ 2നും സെപ്പറേറ്റ് 2 ടോയ്ലറ്റും ഉണ്ട്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. അതായത് നമുക്കിത് പുള്ളിക്കാരൻ ഇൻഡിവിജ്വലായിട്ടും കൊടുക്കും. ഇപ്പോൾ ഒരു ഫാമിലി 2 ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും വന്ന് താമസിക്കാം. അപ്പുറവും ഇപ്പുറവും 2 റൂമാണെന്നേ ഉള്ളൂ. അടുത്തടുത്ത് 2 റൂമാണ്. എന്താ ഈ തണുക്കുന്നുണ്ടോ? തണുപ്പുണ്ടോ? ഉണ്ട്. രാത്രിയായപ്പോൾ നല്ല തണുപ്പായിട്ടോ. ഷോളൊന്നും ഇടാതിരിക്കും. തണുപ്പൊന്നും ഇല്ലേടേ. ഇവിടെ പിന്നെ നമുക്ക് രാത്രി കുറച്ച് പാട്ടൊക്കെ കേട്ട് ലാവിഷായിട്ടിരിക്കാം. ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ വെച്ചിട്ട് നമുക്ക്. പോയിട്ടോ.
എൻ്റെ അമ്മോ, രാവിലെ കണ്ണു തുറന്നപ്പോൾ ഉള്ള കാഴ്ച കണ്ടോ? പ്രകൃതി നമ്മളെ സ്വീകരിച്ചത് ഇങ്ങനെയാണ്. പരുന്തുംപാറയിൽ പ്രത്യേകിച്ച് മഴ പെയ്താൽ പിന്നെ ഇങ്ങനെയാണെന്ന് പറയാം. ഫുള്ള മലയും കാടും ഒക്കെ ഇങ്ങനെ കോടയിൽ പുതച്ച് നിൽക്കുന്ന ഒരു കാഴ്ച. ഇത് കാണുമ്പോൾ തന്നെ നമ്മളൊന്ന് റീചാർജ് ആവുമല്ലേ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവരൊന്ന് റീചാർജ് ആവും. അതാണ് ഇങ്ങനെയുള്ള കാഴ്ചകളുടെ ഒരു പ്രത്യേകത എന്ന് പറയാം. നല്ല മഴയായിരുന്നു, അടിപൊളി മഴ. നമുക്ക് വേണ്ടി രാവിലെ ഒരു പ്രഭാത കാഴ്ച തന്നെ കിടിലമാക്കി തന്നു പ്രകൃതി. അപ്പോൾ ശരിക്കും ഞാൻ വന്നത് അറിഞ്ഞെന്ന് തോന്നാട്ടോ. ഇന്നലെ വരെ ഇവിടെ മഴയില്ലായിരുന്നു, ഇന്ന് രാവിലെ നല്ല പൊളി മഴയായിരുന്നു. ഇപ്പോഴേ പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി മഴ ഒന്ന് തോർന്നു. അപ്പോൾ ഇടുക്കിയിലെ പരുന്തുംപാറയിലാണ് നമ്മളുള്ളത്. ഇവിടെ ഞാൻ വരുന്നത് വല്ലപ്പോഴും എഴുതാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എന്നും നമ്മൾ വലിയ ഹോട്ടലിൽ കയറി ആഹാരം കഴിക്കാറുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ ഡെയിലി ആഹാരം കഴിക്കുകയാണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും ചെയ്യുന്നത്? ബഡ്ജറ്റായിട്ടുള്ള ഒരു ചെറിയ ഹോട്ടലിലല്ലേ കയറി ഫുഡ് കഴിക്കുന്നത്. അതുപോലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് താമസിക്കാൻ വരുന്ന ഒരു കോട്ടേജാണിത്. ഭയങ്കര ബഡ്ജറ്റായിട്ടുള്ള റേറ്റാണെന്ന് പറയാം. ഭയങ്കര ഫെസിലിറ്റീസ് ഒന്നുമില്ല, പക്ഷേ ഒരു സാധാ കുടുംബത്തിന് ട്രിപ്പൊക്കെ പോയി വന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്പേസാണ്. ഒരു 4 കോട്ടേജ് ഇവിടെ ഒരേ കണക്കുണ്ട്. സോ നമ്മളിനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ അത് തണുക്കുന്ന തണുപ്പ് മാറ്റാൻ വേണ്ടി ഒരാൾ ഇവിടെ കിടന്ന് ഓടിക്കളിക്കാൻ വേണ്ട. എന്തായാലും അടിപൊളി. യെസ്, നമ്മൾ പതുക്കെ പരുന്തുംപാറ വ്യൂ പോയിന്റിലോട്ട് പോകാമെന്ന് വെച്ചു. ഒരുപാട് പേര് കണ്ടിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണ്. പക്ഷേ എൻ്റെ ക്യാമറ ആംഗിളിലൂടെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഒരു വെറൈറ്റി ആയിരിക്കും, മിക്കവാറും വെറൈറ്റി ആയിരിക്കും. ഓ, ക്ലൈമറ്റ് ഒരു രക്ഷയില്ല കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ദേ ഈ കാണുന്ന പ്രകൃതിയാണ്. ഇവിടെ എല്ലാത്തിനും മരുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് അസുഖമാണെങ്കിലും അതിനെ സാന്ത്വനിപ്പിക്കാനും സമാധാനിപ്പിക്കാനും ഈ പ്രകൃതിക്ക് കഴിവുണ്ട്. പ്രകൃതി എന്താണെന്നറിഞ്ഞവൻ ഉറപ്പായിട്ട് വീണ്ടും വീണ്ടും പ്രകൃതിയെ തേടി പൊയ്ക്കൊണ്ടേയിരിക്കും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. വീണ്ടും വീണ്ടും നമ്മൾ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഓ, ഇവിടെയൊക്കെ നോക്കിയേ, മഞ്ഞിങ്ങനെ പറക്കുന്ന ഒരു കാഴ്ച, കോടമഞ്ഞ്. ഇവിടെ അടിപൊളി. വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ദുചൂടൻ തിരിച്ചെത്തിയപ്പോ പ്രകൃതി എനിക്ക് മുന്നിൽ ഒരുങ്ങി നിൽക്കുന്ന കാഴ്ച കണ്ട്. അതൊക്കെ ഭയങ്കര രസമുണ്ടല്ലേ. ഒരു പടം വരച്ച ഒരു ഫീലുണ്ട് ആ മഞ്ഞ് അങ്ങനെ നിൽക്കുന്ന കാണാൻ. ഓ, കുഞ്ഞു കുഞ്ഞു മഞ്ഞ് മേഘങ്ങളൊക്കെ ഇങ്ങനെ മലകളിൽ മുത്തമിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ദേ അവിടെ കാണുന്നത്. ഓ, ഇത് വേറൊരു വൈബ് കേട്ടോ. എൻ്റെ അമ്മ, ആ പച്ച പുതപ്പിനുള്ളിൽ ഇങ്ങനെ ഒരു കുഞ്ഞ് വെള്ളി അരഞ്ഞാണം പോലെ വാട്ടർഫാൾസ് ഒഴുകുന്നൊക്കെ. കാർമേഘങ്ങൾ ഇങ്ങനെ ഫുള്ള് മൂടി കിടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കോടയുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി സൂര്യൻ ഇങ്ങനെ എത്തി നോക്കാനായിട്ട് ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല കേട്ടോ. ഇത്രയും ചെറുതാണ് ഈ സമയത്ത്. വാവ്, ദേ നല്ല തണുത്ത കാറ്റൂടെ അടിച്ചു തുടങ്ങി. പണ്ട് ഇവിടെ ഇങ്ങനെ ഈ ഇരിപ്പിടങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇത്രയും കടകളൊന്നും ഇല്ലായിരുന്നു. അധികം ആർക്കും അറിയപ്പെടാതെ കിടന്ന ഒരു ഹിൽ സ്റ്റേഷനായിരുന്നു പരുന്തുംപാറ എന്ന് പറയാം. ഇപ്പോഴാണ് ഒരുപാട് സഞ്ചാരികൾ എത്തിത്തുടങ്ങിയത്. പലരും പരുന്തുംപാറയിൽ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു കാഴ്ച ഫസ്റ്റ് ടൈം ആയിരിക്കുമല്ലേ കാണുന്നത്. ഈ മഴയുടെ കാര്യം ഇപ്പോൾ പറയാൻ വേണ്ടല്ലേ. മഴ എപ്പോഴാണ് പെയ്യുന്നതെന്നുള്ളത് മഴയ്ക്ക് മാത്രമേ അറിയാവുള്ളൂ. പണ്ട് മഴക്കാലം, വേനൽക്കാലം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അതൊന്നുമില്ല. ഇപ്പോഴും മഴ പെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും നമ്മളിവിടെ വന്നപ്പോൾ നമുക്കിങ്ങനെ ഒരു പൊളി മഴ കിട്ടിയോണ്ട് നമ്മുടെ ട്രിപ്പ് അങ്ങോട്ട് ഉഷാറായി, ഒന്ന് റീചാർജ് ആയെന്ന് പറയാമല്ലേ. ഓ, അത് ഒരു രക്ഷയില്ല കേട്ടോ. ആ മഞ്ഞ് അങ്ങനെ പറന്ന് പൊങ്ങുന്നത് നോക്കി.
യെസ്, ഇതാണ് നമ്മുടെ പരുന്തുംപാറ എന്ന് പറയുന്നത്. പരുന്തുംപാറ, അതായത് പരുന്തിൻ്റെ ഷേപ്പിലുള്ള ഒരു പാറ ആയതുകൊണ്ടാണ് ഇതിനെ പരുന്തുംപാറ എന്ന് പറയുന്നത്, ഈഗിൾ റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ പോയിൻ്റാണിത്. ശരിക്കും നമുക്ക് അതിൻ്റെ ടോപ്പിൽ കയറാൻ പറ്റും. പണ്ട് ഞങ്ങൾ വന്നപ്പോൾ അതിൻ്റെ ടോപ്പിൽ കയറിയിട്ടുണ്ട്. അന്ന് ഞാൻ എടുത്ത കുറച്ച് പിക്സ് ഉണ്ട് കേട്ടോ, അത് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ടോപ്പിൽ നിന്ന് ഉള്ള വ്യൂ. ഇത് എൻ്റെ ഫ്രണ്ട് അർജുനും രമ്യയാണ്. ഇവർ അന്ന് വന്നപ്പോൾ ഞാൻ എടുത്തു കൊടുത്ത ഫോട്ടോയാണത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്രെയിമാണല്ലേ. ഇതാണ് ശരിക്കും പരുന്തുംപാറ കേട്ടോ. പരുന്തിൻ്റെ ഷേപ്പിലുള്ള ഒരു പാറ എന്ന് പറയുന്നുണ്ട്. അതുപോലെ ടാഗോർ റോക്ക് എന്ന് പറയുന്നുണ്ട്. ടാഗോറിൻ്റെ താടി പോലുള്ള റോക്കാണ്, അതുകൊണ്ട് ടാഗോർ റോക്ക് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പരുന്തുംപാറയുടെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. മഴക്കാലമാണ് ഈ പരുന്തുംപാറയിൽ ഏറ്റവും അടിപൊളി എന്ന് പറയുന്നത്. കാരണം എന്തേ, ഈ പച്ചപ്പിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ പഞ്ഞിക്കെട്ടുകൾ കണക്ക് മഞ്ഞിരിക്കുന്നുണ്ടോ. നമുക്കൊരു ആയുസിൽ കണ്ടു തീർക്കാനുള്ള സ്ഥലങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. അതിനുവേണ്ടി ആരും ട്രൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എന്നും ഒരു മൂന്നാറും വയനാടും വാഗമണ്ണും മാത്രം പോയാൽ മതിയോ? ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് മാറ്റി പിടിക്കണ്ടേ? അതിനല്ലേ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ഇങ്ങനെ വ്ളോഗും എഴുത്തും ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്യുന്നത് പോലും. അതെ, ഇത്രയും നേരം നമ്മൾ ഭൂമിയിൽ നിന്നാണ് ഈ കാഴ്ചകളൊക്കെ വേണ്ടോളം ആസ്വദിച്ചതല്ലേ. ഇനി കുറച്ച് നേരം നമുക്ക് ആകാശത്ത് നിന്ന് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടാലോ. അത് വേറൊരു ലെവലാണെന്ന് പറയാൻ കേട്ടോ. എക്സ്ട്രീമാണ് ഇതിൻ്റെ. പരുന്തുംപാറയുടെ വേറൊരു കിടിലൻ സൗന്ദര്യമാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. യെസ്, അപ്പോൾ അത്യാവശ്യം വെയിലൊക്കെ വന്നു. കോടമഞ്ഞൊക്കെ ഒത്തിരി മാറി. ഇനി നമുക്ക് പതുക്കെ തിരിച്ചാലോ. നേരെ നമുക്ക് പതുക്കെ വേറൊരാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. യെസ്, നമ്മൾ പരുന്തുംപാറ വ്യൂ പോയിന്റിലോട്ട് പോകുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു ഹോട്ടലാണിത്. പണ്ട് കാലം തൊട്ടേ ഞാൻ വരുമ്പോൾ സ്ഥിരമായിട്ട് ഫുഡ് കഴിക്കാൻ കയറുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അടിപൊളി ഫുഡാണ്. രാവിലത്തെ അപ്പവും മുട്ടക്കറിയും അതുപോലെ തന്നെ ഉച്ചയ്ക്കത്തെ ഊണും ഇപ്പോഴും എൻ്റെ നാവിലുണ്ടെന്നുള്ളതാണ്. ഹോട്ടൽ മലബാർ. അപ്പോൾ ഇവിടെ വർഷങ്ങളായിട്ട് കട നടത്തുന്ന രണ്ടുപേരുണ്ട്. ഇവരൊക്കെ എൻ്റെ പഴയ കൂട്ടുകാരാണെന്ന് പറയാം. ഹായ്, ഇത് നൗഷാദിക്ക. നമസ്കാരം. നൗഷാദിക്കയാണ് ഈ ഹോട്ടൽ നടത്തുന്നത്. ഇത്തയുടെ പേര് ഞാൻ മറന്നുപോയി. നൂർജഹാൻ. യെസ്, 29 വർഷം കഴിഞ്ഞു. 29 വർഷം കഴിഞ്ഞു. അപ്പൊ അന്ന് വരുമ്പോ ഈ പരുന്തുംപാറ ഈ റോഡില്ല, താഴെ നിങ്ങൾ കയറി വരുന്ന പാലം ഉണ്ടല്ലോ, പാലമൊന്നുമില്ല, വെറുതെ ഒരു തടി മാത്രം വെച്ചിട്ടേ ഉണ്ടായിരുന്നു. ഓ, അങ്ങനെയാണ് വന്നോണ്ടിരുന്നത്. അപ്പൊ വണ്ടി വരത്തില്ലായിരുന്നു ഇങ്ങോട്ട്. ഓഹോ ഹോ ഹോ. അതിനുശേഷം പിന്നെ ഇത് എപ്പോഴാണ് ഈ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറിയത്? ഈ അടുത്ത കാലത്ത് ഒരു 10 വർഷം കൊണ്ടാണ് ഇതിങ്ങനെ പിന്നെ റോഡും ഇതുമെല്ലാം ആയി. 10 വർഷം കൊണ്ട് ഞാനിവിടെ വരുന്നുണ്ട്. അന്ന് അത്യാവശ്യം ചെറിയ ആൾക്കാരൊക്കെ ഒത്തിരിയൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഷൂട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ വന്ന് അങ്ങനെ ഫേമസ് ആയി പോയി. ബ്രഹ്മരമാണെന്ന് തോന്നുന്നു ഇവിടെ ഷൂട്ട് ചെയ്തല്ലേ. ഒരുപാട് ഇപ്പൊ പിന്നെ ഇറങ്ങിയ ഈ കഴിഞ്ഞ കാലത്ത് ഇറങ്ങിയ മമ്മൂട്ടി, മോഹൻലാൽ എന്ന് പറഞ്ഞ എല്ലാ പടങ്ങളും ഒരു സീനെങ്കിലും ഇവിടെ വെച്ച് കാണും. ശരിയാ. പക്ഷെ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു മലയാളികളുടെ ഇടയിലേക്ക് ഈ സ്ഥലം എത്തുന്നത് ഭ്രമരത്തിലൂടെയാണെന്ന് തോന്നുന്നല്ലേ. നസ്രാണി, കോബ്ര, കാളച്ചന്തയൊക്കെ പരുന്തുംപാറയാണ്. അതിലെ കാളച്ചന്തയൊക്കെ പരുന്തുംപാറയായിരുന്നു. കോബ്രയില. ഓക്കെ. നസ്രാണി എനിക്കറിയാം. നസ്രാണിയുടെ ഒരു മെയിൻ ഷോട്ട് ഇവിടെ വെച്ചല്ലേ എടുത്തിരുന്നു അല്ലേ, ആഘോഷിക്കുന്നത്. പക്ഷെ ഭ്രമരം ഇവിടെ ഷൂട്ട് ചെയ്തതാണെങ്കിലും അത് ആർക്കും അറിയത്തില്ലായിരുന്നു ഇവിടെ ആണെന്നുള്ളത്. നസ്രാണി വന്നപ്പോൾ തൊട്ടാണ് ഇത് പരുന്തുംപാറ ആണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായത്. ഓക്കെ. അതായത് ഇവിടുത്തെ ഒരു ഇതുവരെ ഉള്ളത്
കാക്കയില്ല. കാക്കയില്ല ഇവിടെ. കാക്ക കണ്ടായിരുന്നോ? ഇതുവരെ കണ്ടായിരുന്നോ? ഇല്ല. ശരിയാ, ഇപ്പൊ പറഞ്ഞപ്പോഴത് ആലോചിക്കുന്നത്. കാക്കയില്ല. കാക്കയില്ലാത്ത ഗ്രാമം പൊളിച്ച് ഇനി പുതിയൊരു ടൈറ്റിൽ കിട്ടി. അപ്പൊ നിങ്ങളൊക്കെ എപ്പോഴും പരുന്തുംപാറ വരുമ്പോ അതെ ഇവിടെ കയറി അടിപൊളി ഫുഡ് കഴിക്കാം. യെസ്, അപ്പോൾ ഇക്ക പറഞ്ഞൊക്കെ കേട്ടല്ലോ. ഇനി പതുക്കെ നമുക്ക് റൂമിൽ പോവാം. യെസ്, അപ്പോൾ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്ന അടിപൊളി ലഞ്ചാണ്. നമ്മൾ കുറേ കാലം കൊണ്ട് ഇങ്ങനെ ആഗ്രഹിക്കുകയാണ് ഇങ്ങനെയൊക്കെ ഇരുന്ന് ലഞ്ച് കഴിക്കണം എന്നുള്ളത്. നമ്മളെല്ലാവരും ലോക്കായിരിക്കുന്നതുകൊണ്ട് ആർക്കും പറ്റാറില്ല. ഇപ്പോൾ അതേ നമ്മളെ മുതുകോര മലയ്ക്കും പോലൂരിന് ശേഷം വീണ്ടും നമ്മളൊരു ലഞ്ച് ഇവിടെ നിന്ന് കഴിക്കാൻ പോവുകയാണ്. കമോൺ. ഇവിടുത്തെ ഫുഡ് ഒരു രക്ഷയില്ലാത്ത ഫുഡാണ്. പ്രത്യേകിച്ച് സാമ്പാറും പുളിശ്ശേരി, ഇത് രണ്ടും അടിപൊളിയാണ്. ആദ്യം സാമ്പാർ ഒഴിച്ച് ഒന്ന് കഴിക്കാം. എങ്ങനെയുണ്ടോ ഫുഡ്? ഓ, പൊളിച്ച് സദ്യ കഴിക്കാൻ പറ്റിയ ഊണാ. അടിപൊളി. നല്ല സൂപ്പർ സാമ്പാർ കേട്ടോ. ഈ സാമ്പാർ നമുക്ക് എല്ലായിടത്തു നിന്നും അങ്ങനെ നല്ല സാമ്പാർ കിട്ടത്തില്ല. ഇവിടെ പക്ഷെ സൂപ്പർ സാമ്പാർ കേട്ടോ. ഞങ്ങൾ പണ്ട് ഈ പരുന്തുംപാറ വ്യൂ പോയിന്റ് വരുമ്പോൾ ഈ പുള്ളിയുടെ കടയിൽ അല്ലെങ്കിൽ ഇതുവഴി കുമളിക്കൊക്കെ പോകുമ്പോഴത്തേക്കും ഇവിടെ പുള്ളിയുടെ കടയിൽ വിളിച്ച് പറയും ഉച്ചക്കത്തെ ഊണിന് വേണ്ടിയിട്ട്. ഇവിടെ വന്ന് ഇതുവഴി പോകുമ്പോൾ ഇവിടെ വന്ന് ഊണ് കഴിച്ചിട്ടാണ് പോണേ. ഓ, അടുത്തത് പുളിശ്ശേരിയാണ്. ദേ ഈ പുളിശ്ശേരി ഇങ്ങനെ ഒഴിച്ച് ചോറ് ഇങ്ങനെ കുഴച്ച് അങ്ങോട്ട് കഴിക്കണം കേട്ടോ. ഇവിടുത്തെ പുളിശ്ശേരിക്കൊക്കെ ഉള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ഫ്രഷ് പശുവിൻ്റെ പാലാണ്. അതെ, ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തു. ചുമ്മാ ഇവിടെ ഇരുന്നു, പുറത്തിരുന്നു. ഭയങ്കര രസമായിരുന്നു. ബുക്കൊക്കെ വായിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. ഇനി നൈസായിട്ടേ ഇവിടെ അധികം ആർക്കും അറിയാത്തൊരു വാട്ടർഫോൾസ് ഉണ്ട്. പ്രൈവറ്റ് വാട്ടർഫോൾസ് ആണ്. അവിടെ നമുക്ക് പോയി നൈസായിട്ടൊരു കുളി അങ്ങോട്ട് പാസ്സാക്കാം. എന്തായി, പോവല്ലേ നമ്മള്? തണുത്ത് വിറയ്ക്കോ? ഓക്കെ, അപ്പോൾ അവിടെ പോയിട്ട് കാണാം. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് അധികം ആർക്കും അറിയാത്ത പരുന്തുംപാറയിൽ ഒളിച്ചിരിക്കുന്ന കാടിനുള്ളിലെ ഒരു വെള്ളച്ചാട്ടമാണ്. ഒരു വാട്ടർഫോൾസാണ്. അടിപൊളി വാട്ടർഫോൾസാണ്. നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് ഇവിടെ ഒന്ന് കുളിക്കാൻ പറ്റും. ഒരു ചെറിയ വാട്ടർഫോൾസ്. മഴക്കാലത്തൊക്കെയാണ് കൂടുതലും ഇത് കാണുന്നത്. ഒരു 6 മാസം വരെ കാണും. ഡിസംബർ ജനുവരി വരെയൊക്കെ കാണാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളെ മലബാർ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ഓണർ. ആ പ്രോപ്പർട്ടി നമ്മൾ താമസിച്ചു. അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു വഴി അകത്തോട്ട് കിടപ്പുണ്ട്. പ്രൈവറ്റ് റോഡാണ്. ഇവിടെ വന്ന് ജസ്റ്റ് വണ്ടി പാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ദേ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അകത്തോട്ടൊരു വഴിയുണ്ട്. ഇതുവഴിയാണ് നമ്മൾ വാട്ടർഫോൾസിൽ പോകുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ, കം ഓൺ, ഫോളോ മീ. നീ ഇങ്ങനെ പിടിക്കൂടാ, ഇങ്ങനെ പിടിച്ച് നടക്കുമോ? അച്ഛൻ നടക്കട്ടെ, അച്ഛനെ കിട്ടാൻ നോക്കിക്കൊള്ളാം. ആ ഓക്കെ, താഴെ നോക്കി നടക്കാം. കിട്ടുന്നുണ്ടോ അച്ഛൻ? എനിക്ക് കുറേ നേരം കൈ പിടിക്കാൻ പറ്റില്ല. യെസ് ഫ്രണ്ട്സ്, ഇതേ നമ്മളടുത്ത് വെള്ളച്ചാട്ടത്തിൽ എത്തിക്കഴിഞ്ഞു. ദേ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം എത്ര തവണ നിങ്ങളൊക്കെ പരുന്തുംപാറ വന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം ഇവിടെ ഉള്ളതായിട്ട് ആർക്കെങ്കിലും അറിയോ? അതാണ് ശബരി ദ ട്രാവലറിൻ്റെ പ്രത്യേകത കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രിപ്പ് തന്നെ ഞാൻ വന്നതെന്ന് പറയാം. നമ്മുടെ ചാനലിൻ്റെ ഒരു പ്രത്യേകത അറിയാമല്ലോ, നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും അവിടെ നമ്മുടേതായിട്ടുള്ളൊരു സിഗ്നേച്ചർ പതിപ്പിച്ചിട്ടേ വരൂ. നമ്മുടേതായിട്ടുള്ള സ്പെഷ്യാലിറ്റി എന്തെങ്കിലും നമ്മളവിടെ കാണിക്കും. അത്തരത്തിൽ പരുന്തുംപാറയിലുള്ള ഒരു കിടിലം വെള്ളച്ചാട്ടമാണ് ദേ കാണുന്നത്. കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു വാട്ടർഫോൾസാണ് കേട്ടോ. എന്തായാലും ദേ പതുക്കെ നിങ്ങൾ അവിടെ നിന്നോ, ഞങ്ങൾ പോയി കുളിച്ചിട്ട് വരാം.
അയ്യോ അതെ, അവിടെ കുളിച്ചിട്ട് വന്നപ്പോൾ ഉള്ള വിറയലാണ് ഈ വിറയിൽ. എൻ്റെ അമ്മ ഒടുക്കത്തെ തണുപ്പായിരുന്നു. കാരണം ഈ മലയുടെ ഉള്ളിൽ നിന്ന് മറ്റേ കാടിനുള്ളിൽ നിന്നാണല്ലോ ഈ വെള്ളം ഒലിച്ചിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പും, പ്രത്യേകിച്ച് നമ്മൾ ഈ വൈകുന്നേരം ഉണങ്ങി പോയി കുളിച്ചത്, അതുകൊണ്ട് ഭയങ്കര തണുപ്പായിരുന്നു. അന്ന് രക്ഷപ്പെടാൻ ദേ ഇവിടെ ഒരു കട്ടൻ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. യെസ്, അപ്പോൾ തൽക്കാലം നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. ബുക്ക് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് വിളിച്ച് ബുക്ക് ചെയ്യാം. അടുത്ത എപ്പിസോഡായിട്ട് ഉടനെ വരാം. യെസ്, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഒപ്പം ബെല്ലൈക്കണോ ഓളും കൂടെ പ്രസ് ചെയ്തേക്കണം. അതുപോലെ എൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ടും ഫേസ്ബുക്ക് പേജും രണ്ടും ശബരീ ദ ട്രാവലർ എന്നാണ്, അതും ഫോളോ ചെയ്യുക.